ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോജെ കിച്ചൻ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിസ്സ സോസ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു മീഡിയം സൈസ് 4 സബോള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്, ടൊമാറ്റോ പേസ്റ്റ് ഉണ്ട്, അല്പം പപ്രിക്ക പൗഡറുണ്ട്, ഉപ്പ്, പിന്നെ ടൊമാറ്റോ വേണം. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക. അതിന് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാൻ അടുപ്പ് വെച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കൊണ്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായി വഴന്നു വരുന്നവരെ അതിനൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ സബോള നല്ല ചുമന്ന കളറായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ഒത്തിരി വേണമെന്നില്ല. ഞാനിവിടെ ഒരു ഫുൾ ടീസ്പൂൺ പപ്പരിക്ക പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പപ്പരിക്ക പൗഡർ ഇടുമ്പോഴത്തേനും അതിന് ശരിക്കും കാപ്സിക്കത്തിൻ്റെ ടേസ്റ്റും സ്മെല്ലൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ പപ്പരിക്ക പൗഡർ ഇവിടുത്തെ എല്ലാ ഗ്രോസറികളിലൊക്കെ അവൈലബിൾ ആണ്, അതല്ല സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. ഇനി അതില്ലാത്തവർക്ക് ഒരു ക്യാപ്സിക്ക നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ഈ ഉള്ളിയുടെ കൂടെ ഒന്ന് വഴറ്റി ചേർത്താലും നല്ലതാണ്. അതിനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കും. ഇനി അതിനകത്തേക്ക് നമ്മൾ ഇവിടെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി വെന്തുടഞ്ഞ് വരണം. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ആ തക്കാളി ഒന്ന് വെന്തൊന്ന് അലുത്ത് വരും. ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും അത്ര തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു 2-3 പീസൊക്കെ ഉള്ളതുണ്ട്. വേണമെങ്കിൽ തണുത്ത് കഴിയുമ്പോഴത്തേനും ഒരു ബോട്ടിലിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളങ്ങനെ കേട് വരാതെ കുറച്ച് ദിവസത്തോളം ഇരുന്നോളും. 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. തക്കാളി ഒത്തിരി പഴുത്തതല്ല, ഞാനുകൊണ്ട് അതിൻ്റെ തൊലി ഒരു ശക്തിച്ച് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേനും വേണമെങ്കിൽ ആ തൊലി ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്ന് മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് ഇട്ടാലും നല്ലതാണ്. പിസ്സ സോസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. കുറച്ചധികം ഉണ്ടാക്കി ഒരു ബോട്ടിൽ, നല്ല ചില്ലി ബോട്ടിലിനകത്താക്കി അടച്ച് ഫ്രിഡ്ജിനകത്ത് ചില്ലറയ്ക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇരുന്നോളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിനി ഇതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ പിസ്സ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിക്കുന്നുണ്ട്. പിസ്സ ബ്രെഡ് ഉണ്ടാക്കുന്നതും പിസ്സ ഉണ്ടാക്കുന്നതും എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.